അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പേഴ്സണൽ യൂസ്ബിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഡൗട്ട് പേഴ്സണൽ സ്റ്റോറേജ് കിട്ടുക എന്നുള്ളതാണ്. യെസ്, പേഴ്സണൽ സ്റ്റോറേജ് കിട്ടും. അത് നമ്മൾ ഈ ഒരു പെൻ ഡ്രൈവിനെ പേഴ്സണൽ മോഡിലേക്ക് ബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റൂഫേഴ്സ് എന്ന് പറഞ്ഞ ടൂളിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാണ്ട് പറ്റും. അപ്പോൾ ഈ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സ്പേസ് ആ ഒരു പെൻ ഡ്രൈവിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുന്ന ഫയലെല്ലാം ആ ഒരു സ്പേസിനകത്ത് ഉണ്ടാവും, ഡിലീറ്റ് ആകാനൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് പേഴ്സണൽ മോഡിലേക്ക് ലാപ്ടോപ്പ് ബൂട്ട് ചെയ്യുന്ന ടൈമിൽ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ വൈഫൈ കാർഡും അതുപോലെ ബ്ലൂടൂത്ത് ഒക്കെ എടുക്കുക എന്നുള്ളത്. യെസ്, അത് രണ്ടും വർക്ക് ചെയ്യും. അത്യാവശ്യം വേണ്ട ഡ്രൈവേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ബൂട്ടിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വൈഫൈയും ബ്ലൂടൂത്തും ഒരു കുഴപ്പമില്ലാതെ തന്നെ വർക്ക് ചെയ്യും. ഇനി വൈഫൈ ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് മോണിറ്റർ മോഡും പാക്കറ്റ് ഇഞ്ചക്ഷനൊക്കെ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ കാർഡ് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന ലാപ്ടോപ്പ് മോഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി എല്ലാ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ കാർഡിൻ്റെ അകത്ത് മോണിറ്റർ മോഡും പാക്കറ്റ് ഇഞ്ചക്ഷനും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഇനി അഥവാ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ വൈഫൈ കാർഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈവർ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി അത് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് പറ്റും. അപ്പോൾ പേഴ്സണൽ യൂസ് ബി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റയർ ടെക്നോളജി കണ്ടന്റും അതുപോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് റിലേറ്റഡ് വീഡിയോ ഇടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.